അല്ല, അത് ഇപ്പോൾ ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് അങ്ങനെ ചില കാരണം നിയമവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നവരാണല്ലോ കേരളത്തിലെ വൈസ് ചാൻസലർമാരായി ഇപ്പോൾ നിയോഗിക്കുന്നത് രാജ്ഭവൻ. അപ്പോൾ ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെയാണ് ഇങ്ങനൊരു നിയമവിരുദ്ധമായ നടപടി, അതായത് ഡോക്ടർ KS അനിൽകുമാറിനെ നടപടി എടുത്തതുപോലെ തന്നെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയുള്ള JR ആയിട്ടുള്ള ഹരികുമാർ രജിസ്ട്രാർ ഇൻ ചാർജ് ആയിരുന്നു, ഇദ്ദേഹം സസ്പെൻഷനിലായിരുന്നപ്പം അദ്ദേഹത്തെ നടപടി തിരിക്കുകയാണ്. അതാ സിൻഡിക്കേറ്റ് പറയുന്നത്, നേരത്തെ രജിസ്ട്രാറെ നടപടി എടുത്തതുപോലെ തന്നെ നിയമവിരുദ്ധമാണ് ഹരികുമാറിനെതിരെ നടപടി സ്വീകരിച്ചത്. കാരണം വെച്ചാൽ സർവകലാശാല ആക്ട് 1014 പറയുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാറിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റിനെ അനുമതിയുള്ളൂ, അവകാശമുള്ളൂ. അപ്പോൾ അത് ഇവിടെ വീണ്ടും ലംഘിച്ചിരിക്കുകയാണ്. ഈ കോടതി വിധി വന്നതോടുകൂടി അതെല്ലാം പോയി. അത് നമുക്കറിയത്തില്ല. എരമല്ലിക്കര കോളേജിൽ എന്താണ് നടന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് അതിൽ പങ്കാളികളായവർക്ക് ചോദിക്കുക, നമുക്കറിയത്തില്ല. അല്ല, അതിപ്പം മറുപടി പറയാൻ ഞാൻ ആളല്ല. കാരണം വെച്ചാൽ ഓക്കെ, ഞാൻ ആളല്ല. അത് ആ പരിപാടിയിൽ പങ്കെടുത്തവരോട് ചോദിക്കുക, എങ്കിലേ വ്യക്തമാവും. അല്ല, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും താൽക്കാലിക വൈസ് ചാൻസലർമാർ ആരുടെ നോമിനിയാണ് എന്ന് പരിശോധിക്കുക. എവിടെ നിന്ന് വന്നയാ?